കറിവേപ്പില കൊണ്ടുള്ള പൊടി. കറിവേപ്പില കൊണ്ടുള്ള പൊടി എന്ന് പറയുമ്പോൾ അത് ഭയങ്കര ഹെൽത്തിയാണ്. അത് ദോശയുടെ മുകളിൽ വിതറിയിട്ട് കഴിക്കാം. ഇപ്പോൾ ഇഡ്ഡലിയിൽ ഇപ്പോൾ മുറിച്ചിട്ടിട്ട് ഇങ്ങനെ സോട്ട് ചെയ്തിട്ട് അത് ഇട്ടിട്ട് കഴിക്കാം. അല്ലെങ്കിൽ ചോറിലിട്ട് നല്ല ചൂടുള്ള ചോറിൽ 2 സ്പൂൺ നെയ്യ് ഒഴിച്ച് ഈ പൊടിയും കൂടെ ഇട്ട് കഴിച്ച് കഴിഞ്ഞാൽ 2 പപ്പടം ചുട്ടതും കൂടി അടിപൊളി കോമ്പിനേഷനാണെന്നൊക്കെ പറയുന്നുണ്ട്. ഇതുവരെ കഴിച്ചോ കിട്ടൊന്നുമില്ല. എന്തായാലും ഞാൻ ഇപ്രാവശ്യം നാട്ടിൽ പോകുമ്പോൾ ഇങ്ങനത്തെ കുറച്ച് കറിവേപ്പില പൊടി ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് വിചാരിക്കുന്നുണ്ട്. നാട്ടിലാണെങ്കിൽ എൻ്റെ വീട്ടിൻ്റെ ബാക്കിലൊക്കെ ഇഷ്ടം പോലെ കറിവേപ്പില ഉണ്ട്. അപ്പോൾ ഒരു ചെമ്പ് കറിവേപ്പില ഒരു 4 തണ്ട് പൊടിച്ചാൽ മതി. 4 തണ്ട് പൊടിച്ചിട്ട് അത് കഴിഞ്ഞാൽ വറുത്ത് കഴിയുമ്പോഴേക്കും അത് കുറച്ചല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ കുറച്ച് ഒരു ചെറിയൊരു പാത്രം നിറച്ച് കറിവേപ്പില ഊരിയിട്ട് അത് ഒരു ചീനച്ചട്ടിയിലൊരു 2 സ്പൂണ് നല്ലെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് അതിലിട്ടിട്ട് തട്ടി മെല്ലെ 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 വറക്കുക. അത് ചെറിയ തീയിടാൻ പാടുള്ളൂ. അതൊരു ക്രിസ്പി ആവണ വരെ വറക്കുക. എണ്ണ ഒഴിച്ചിട്ട് തന്നെ വറക്കണം, അല്ലെങ്കിൽ എന്നാലും ഗ്ലൈസിങ് കിട്ടുള്ളൂ ആ പൊടിക്ക്, അല്ലെങ്കിൽ എല്ലാവരും ഡ്രൈ ആയി പോകും. നന്നായിട്ട് വറുത്ത് കഴിഞ്ഞിട്ട് അത് മാറ്റി വയ്ക്കാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് കൂടുതൽ വെളുത്തുള്ളി ഇടുക. തൊലിയൊക്കെ കളഞ്ഞിട്ട് വെളുത്തുള്ളിയുടെ ഫ്ലേവർ കുറച്ച് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. വെളുത്തുള്ളി നല്ലതുമാണല്ലോ. കുറച്ച് കൂടുതൽ വെളുത്തുള്ളി ഇട്ടിട്ട്, കൂടുതലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 പിടിന്ന് കൂട്ടിക്കോളും. 2 പിടി വെളുത്തുള്ളി അതിലിട്ടിട്ട് അതും വളരെ ചെറിയ സ്ലോയിലിട്ടിട്ട് നന്നായിട്ട് വറുത്ത് ഗോൾഡൻ ബ്രൗൺ ആക്കിയിട്ട് വാരിക്കണം. ഒന്നിച്ചങ്ങ് തീ കൂട്ടിക്കഴിഞ്ഞാൽ പുറത്ത് മാത്രമേ കത്തുള്ളൂ, പിന്നെ ആവും പൊരിയും, ഉള്ളിലോട്ടാവില്ല. പിന്നെ പൊടിയില്ല, അങ്ങനെ ചമ്മന്തി പോലെ ആവും. പൊടിഞ്ഞ് കിട്ടണമെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യണം. അപ്പം അങ്ങനെ ബ്രൗണായിട്ട് അത് വാങ്ങി വയ്ക്കാം. പിന്നെ ആ ചീനച്ചട്ടി തന്നെ ഒരു 2 സ്പൂണും കൂടെ എണ്ണ ഒഴിച്ചിട്ട് അതിലൊരു സ്പൂൺ ജീരകം ഇടുക. അതിൻ്റെ കൂടെ വേറൊരു കാര്യം കൂടെ വേണം. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിൽ പിന്നെ നമ്മുടെ എന്താ പറയുക, ഒരു 3 സ്പൂണ് ഉഴുന്ന് പരിപ്പ്, ഒരു 3 സ്പൂണ് കടലപ്പരിപ്പ്, പിന്നെ ഒരു 2 പിടി നിലക്കടല ഇതിട്ടിട്ട് അതും നന്നായിട്ട് ബ്രൗൺ ആവുന്ന വരെ ഇതാക്കിയിട്ട് അതും വാങ്ങി വയ്ക്കുക. അതിനുശേഷം 2 സ്പൂൺ പിന്നെയും ഒഴിച്ചിട്ട് അതിൽ 1 സ്പൂൺ ജീരകം, പിന്നെ നമ്മുടെ എന്താ പറയുക ഉണ്ടമുളക് ഒരു 12 എണ്ണം, പിന്നെ നമ്മുടെ ഈ പിരിയം മുളക് ഒരു 12 എണ്ണം അതിട്ടിട്ട് അതും നന്നായിട്ട് അതിന് ശേഷം അതിലേക്ക് ഒരു കുറച്ച് പുളി ഇങ്ങനെ പിച്ചിപ്പിച്ചിട്ടിടുക. പുളി പിച്ചിപ്പിച്ചിട്ടിട്ട് അതിടുക. അത് നന്നായി വറുത്ത് കോരുക. എന്നിട്ട് വറുത്ത് കോരണ്ട, വറുത്തൊക്കെ ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ട് കടലയും ഇതൊക്കെ ഇടുക. പിന്നെ അതിൻ്റെ മുകളിൽ ചെറുപയറിടുക, ചെറുപയറല്ല, നമ്മൾ ഇല ഇടുക, കറിവേപ്പില ഇടുക, എല്ലാം കൂടി ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പിടുക. എന്നിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യുക. അതിന് ശേഷം അതിൻ്റെ മുകളിൽ 1 സ്പൂണ് പഞ്ചസാര ഇടുക. പഞ്ചസാര ഇട്ടിട്ട് എന്ത് ചെയ്യുക, അത് തണുത്ത് കഴിഞ്ഞാൽ അത് മിക്സിയിൽ പൊടിച്ചിട്ട് വയ്ക്കുക. ഒരു 10, 15, 20 ദിവസം വരെ ഒന്നും ഒരു കേടും കൂടാതെ നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കുക. 20, 25 ദിവസം വരെ എന്തിരുന്നാലും ഇതൊന്നും പറ്റില്ല. അപ്പോൾ അതൊരു അടിപൊളി ഹെൽത്തി സാധനമാണ്. ചോറൊക്കെ അടിപൊളിയായിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാതെ ഉണ്ടെങ്കിൽ ട്രൈ ചെയ്യാം. അടിപൊളി ഭക്ഷണം.